നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ്റെ വഴിയിലേക്ക് ലോകത്തെ തന്നെ എത്തിക്കാൻ പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് സാധിക്കുമോ? എന്നാൽ സാധിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അതിനുള്ള ഒരു പ്രധാന തുറുപ്പ് ചീട്ട് ഇറാൻ്റെ കൈവശം എത്തിയിരിക്കുന്നു. ഒരൊറ്റ നീക്കത്തിലൂടെ തന്നെ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ ആഗോള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാൻ തങ്ങൾക്ക് കഴിയും. ലോക പോലീസിനെയും മറ്റു വൻ ശക്തികളെയും ഒക്കെ തന്നെ അടിയറവ് പറയിക്കാൻ ഇറാന് സാധിക്കും. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് ഇറാൻ കടക്കുന്നു. അപ്പോഴാണ് ഏറെ ചർച്ചയായി മാറുന്നത് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിൻ്റെ തന്നെ പെട്രോൾ പമ്പ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആഗോള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ എണ്ണ ഒഴുക്ക് നടത്താൻ പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന ഈ കടലിടുക്ക് അത് അടയ്ക്കാനുള്ളൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുമോ? ആണവ ചർച്ചകൾക്കിടയിലും പരസ്പര പോർവിളികൾക്കിടയിലും ഇറാൻ നടത്തുന്ന ആ സൈനിക അഭ്യാസം അതാരെയാണ് ഭയപ്പെടുത്തുന്നത്? അങ്ങനെ പശ്ചിമേഷ്യ എന്നും ലോകരാഷ്ട്രീയത്തിൻ്റെ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോകുന്നു. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേവലം ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ വിഷയമായിട്ടല്ല, മറിച്ച് അത് ആഗോള സമ്പദ് വ്യവസ്ഥയും ലോകരാജ്യങ്ങളുടെ സമാധാനത്തെയും മറ്റു പല രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സുരക്ഷാ ബന്ധങ്ങളെയും തന്നെ അവതാളത്തിലാക്കും, ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത്തരത്തിൽ ഏറ്റവും ചർച്ചയായി മാറിയിരിക്കുന്നത് ഇറാൻ നടത്തുന്ന ഓരോ കരുനീക്കങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വിരട്ടലുമായി നിൽക്കുന്നത്. കയറി അടിച്ചാൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളിൽ പതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇറാൻ വിജയിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് ഇറാൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്നും കരകയറാൻ അമേരിക്കയ്ക്കെന്നല്ല ലോകരാജ്യങ്ങൾക്ക് പോലും ഏറെ ക്ഷീണിക്കേണ്ടി വരും, വിയർക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ എന്ന രീതിയിൽ നോക്കിക്കാണേണ്ടതില്ല, മറിച്ച് ലോകരാജ്യങ്ങളോട് തന്നെ ഇറാൻ കൽപ്പിക്കുന്ന, ഇറാൻ ഉത്തരവിടുന്ന ചില കാര്യങ്ങൾ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ശക്തമായ നീക്കങ്ങളുമായി തന്നെയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. അമേരിക്കയും ഇസ്രയേലും അല്ല നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പിലും ഏഷ്യയിലും വരെ അതിൻ്റെ കനത്ത ചലനങ്ങളുണ്ടാക്കും, വലിയ ആശങ്കകൾ പരക്കുകയാണ്. ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഫെബ്രുവരി 17 അത് പൂർത്തിയായിരിക്കുന്നു. എന്നാൽ ചർച്ചാമുറികൾക്ക് പുറത്ത് സംഭവിക്കുന്നത് ഒട്ടും ശുഭകരമായ കാര്യങ്ങളല്ല, നല്ല രീതിയിലുള്ള വിഷയങ്ങളല്ല. പ്രത്യേകിച്ചും ചെങ്കടലിലും മറ്റ് നാവിക മേഖലകളിലുമൊക്കെ തന്നെ സ്ഥിതിഗതികൾ ഒട്ടും ശരിയല്ല. ചർച്ചകൾ നടത്തുന്ന സമയത്ത് തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതാണ് ലോകരാജ്യങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത്, അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്നത്. എന്തിനാണ് ഹോർമുസ് കടലിടുക്ക് എപ്പോഴും ഇറാനുമായി ചേർത്ത് വായിക്കുന്നത്? എങ്ങനെയാണ് ഈ കടലിടുക്കിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത്? ഈ കടലിടുക്കിനെ ഇറാൻ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ, ഈ കടലിടുക്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളെ, ലോക സമ്പദ് വ്യവസ്ഥ ഇതെങ്ങനെ ബാധിക്കും? അങ്ങനെ പല സംശയങ്ങളുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏക കടൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അതായത് ഇതിൻ്റെ വടക്കു ഭാഗത്ത് ഇറാനും തെക്കു ഭാഗത്ത് UAEയും ഒമാൻ്റെ അധീനതയിലുള്ള മുസന്തം ഉപദ്വീപുമാണ് ഇവിടങ്ങളിലുള്ളത്. 167 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്ക് ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് 96 കിലോമീറ്ററും ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 39 കിലോമീറ്ററുമാണ് വീതിയുള്ളത്. നൂറ്റാണ്ടുകളായി മധ്യേഷ്യയിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾ, ബാബർ ചക്രവർത്തിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്ന ബദാം ഉൾപ്പെടെയുള്ളവ വിപണിയിലെത്തിക്കാൻ ഉപയോഗിച്ചത് ഈ ഹോർമുസ് സ്ട്രെയ്റ്റ് ആയിരുന്നു. ചരിത്രപരമായ വ്യാപാര പാത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലിക പ്രസക്തി ഏറെ വലുത് തന്നെയാണ്. അതുകൊണ്ട് ഈ പാതയെ സംബന്ധിച്ച്, ഇതിൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ചോ ഇതിൻ്റെ ചരക്ക് നീക്കത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിലേക്ക് ഇറാനോ അമേരിക്കയോ കടന്നാൽ പിന്നീട് സംഭവിക്കുന്നത് ചിന്തിക്കേണ്ടതില്ല. ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ, പാശ്ചാത്യ ലോകത്തിൻ്റെ കണ്ണിൽ ഏറ്റവും അപകടകരമായ ഒരു ആയുധം തന്നെയാണ് ഇറാൻ്റെ പക്കൽ പൂർത്തിയാകുന്നത്. ഇതേ കൂടാതെ മറ്റൊരു തലത്തിലും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇറാൻ്റെ ആണവ പദ്ധതിയാണ് മറുഭാഗത്ത് ഏറെ തലവേദന സൃഷ്ടിക്കുന്നത്. ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ നീക്കങ്ങൾ, ഓരോ കരുനീക്കങ്ങളും ഏവരും ചർച്ച ചെയ്യുന്നത്. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ നേരിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തി, സൈനിക സജ്ജീകരണം, സന്നാഹം വർദ്ധിപ്പിച്ച് ഇറാൻ തന്ത്രപരമായ നീക്കത്തിലൂടെ കടക്കുന്നു. ഇറാൻ്റെ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിനുള്ള കാരണം വളരെ വ്യക്തമാണ്. പാശ്ചാത്യ രാജ്യങ്ങളെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സ്വതന്ത്ര ശക്തികളെ നിയന്ത്രിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായി ഇതിനെ നോക്കിക്കാണുന്നു അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങളെ. ആ ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമാധാനപരമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ
എന്ന രീതിയിൽ ഇറാൻ ഒരു പ്രധാന കാറ്റലിസ്റ്റായി അവിടെ ഉൾപ്രേരകമായി പ്രവർത്തിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ചർച്ചകളിലൂടെ നേതാക്കൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അത് വളരെ എളുപ്പമല്ല. കാരണം ഇവിടെ ഒരു വിഷയമല്ല, പല തലങ്ങളിലുള്ള രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം, അമേരിക്കയുടെ നാവിക വിന്യാസം, അങ്ങനെ പലവിധ വിഷയങ്ങൾ ചേർന്നാണ് പുതിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായൊരു വിഷയമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി നടത്തിയ ഒരു പ്രസ്താവനയാണ്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച ഘട്ടത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണെന്നാണ് മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു മുന്നറിയിപ്പല്ല. അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് തന്നെ ഒരു താക്കീതാണ്, അടിയന്തര മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അതിനെ നോക്കിക്കാണേണ്ടത്. ഹോർമുസ് കടലിടുക്കിൻ്റെ വടക്കൻ തീരമെന്ന് പറയുന്നത് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. ഉപരോധങ്ങളോ സൈനിക നീക്കങ്ങളോ ഉണ്ടായാൽ ഈ പാത അടച്ചു പൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ പലകുറി ആ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് കൈവശമിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നതും ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായിട്ടുള്ള ഹോർമുസ് ഇറാൻ തീരങ്ങളിലും അമേരിക്കൻ നിരീക്ഷണം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പതിറ്റാണ്ടുകൾ തീർന്ന ഒരു നിഴൽ യുദ്ധമായി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഡ്രോണുകളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒക്കെ അകമ്പടിയോടെയുള്ള യുദ്ധമായി മാറുന്നു. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ അമേരിക്കൻ നാവികസേന ഈ മേഖലയിൽ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ചെറിയ ബോട്ടുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് വലിയ കപ്പലുകളെ പോലും തകർക്കാനുള്ള ശേഷി ഇറാൻ്റെ IRGCക്കുണ്ട്. അസിമെട്രിക് വാർഫെയർ കേപ്പബിലിറ്റീസ് ആണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് കൈവശമായിട്ടുള്ളത്. ഇത് അമേരിക്കയെ തെല്ലല്ല ഭയപ്പെടുത്തുന്നത്. ഇനി ഇറാൻ്റെ ആണവ പരിധികൾ ലംഘിക്കാനുള്ള ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ്. വൈദ്യുതി ഉൽപ്പാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ആവർത്തിച്ച് ഇറാൻ ഇക്കാര്യം പറയുന്നു, പക്ഷേ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇറാൻ ഈ വാദം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ലോകശക്തികൾക്ക് അതിന് പൂർണ്ണ വിശ്വാസം ഉണ്ടാകാത്തതിൻ്റെ പ്രധാന പ്രശ്നമാണ് ഇപ്പോഴത്തെ കാരണവും. ഇറാൻ്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രതിസന്ധിയുടെ കാരണമായിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ഒരു രാജ്യത്തിന് ആണവോർജ്ജം വികസിപ്പിക്കാൻ ആവശ്യമായ ശാസ്ത്രീയ പ്രക്രിയയാണ് എന്നിരിക്കുമ്പോഴും അതിൻ്റെ തോതും നിയന്ത്രണവും കൂടുമ്പോൾ ആണവായുധ ശേഷിയിലേക്ക് നീങ്ങാനുള്ള വലിയ സാധ്യതയാണ് നിൽക്കുന്നത്. അതുകൂടിയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പരിശോധനകൾ നടത്താനായി അനുവദിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള പലവിധ ഭീഷണികൾക്ക് മുന്നിലും അടവ് നയം പ്രഖ്യാപിക്കാതെ മുട്ടുമടക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ സൈനിക രംഗത്തും ഇറാൻ ശക്തമായ സന്ദേശം കൊടുക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയുടെ യൂണിറ്റുകളെ ഉൾപ്പെടുത്തി വലിയൊരു നാവിക അഭ്യാസം നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. ഈ അഭ്യാസങ്ങളിൽ മിസൈൽ പ്രതിരോധ നടപടികളും ഒക്കെ തന്നെ ഉൾപ്പെടുത്തി. IRGC നാവികസേനയുടെ കേന്ദ്ര പങ്കോടെ IRGC കമാൻഡർ മേജർ ജനറലായിട്ടുള്ള മുഹമ്മദ് പക്പൂറിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഫീൽഡ് നിരീക്ഷണത്തിലും സംയോജിതവും തത്സമയവും ലക്ഷ്യമിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൻ്റെ സ്മാർട്ട് നിയന്ത്രണം എന്ന രീതിയിലാണ് ഈ അഭ്യാസത്തെ വിലയിരുത്തേണ്ടത്. IRGC നാവികസേനയുടെ യൂണിറ്റുകളുടെ പ്രവർത്തന സന്നദ്ധത വിലയിരുത്തി. ഹോർമുസ് കടലിടുക്കിൽ സാധ്യതയുള്ള സുരക്ഷാ സൈനിക ഭീഷണികളെ നേരിടാൻ പരസ്പര സൈനിക നടപടികൾക്കുള്ള പിന്തുണാ പദ്ധതികളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഇതിലൂടെ അവലോകനം ചെയ്യുന്നു. ഇതൊക്കെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ലോകത്തിലെ തന്നെ എണ്ണ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്ന്. അവിടെ ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടായാൽ ആഗോള എണ്ണവില ഉയരുകയും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇറാൻ നടത്തുന്ന സൈനിക അഭ്യാസം ഒരു പ്രതിരോധ പരിശീലനമല്ല, വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് എന്നുള്ള വിലയിരുത്തലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. എന്നാൽ ഇറാന് മറുപടിയായി അമേരിക്കയും തങ്ങളുടെ സൈനിക സാന്നിധ്യം കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു, വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും ഇതിന് കൂടുതൽ ആശങ്ക പകരുന്നത് കൂടിയാണ്. ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്.